സാധുദർശനം പാപവിമോചനം. സാധുദർശനം പാപവിമോചനം. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വിദ്യാലയമായ സാന്ദീപനി സാധനാലയം പോലെ തന്നെ സാന്ദീപനി മഹർഷിയുടെ പേരിൽ ചിന്മയ മിഷൻ ബോംബെയിൽ ഉള്ളതിനെ പോലെ തന്നെ സാന്ദീപനി മഹർഷിയുടെ പേരിൽ തന്നെ അതിമഹത്തായ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ ധർമ്മരക്ഷ എന്നതായ കർത്തവ്യം നടത്തുന്ന എൻ്റെ പ്രിയങ്കരനായ ശിഷ്യൻ, അഭിമാനത്തോടുകൂടി എവിടെ വേണമെങ്കിലും പറയാവുന്ന ഡോക്ടർ ശ്യാം പ്രസാദ് ജിയുടെ അഞ്ചുമൂർത്തി ക്ഷേത്ര സന്നിധാനവും സാന്ദീപനി സാധനാലയ ട്രസ്റ്റും ചേർന്നുള്ളതായ ദിവ്യമായ ഗൃഹത്തിലാണ്, ചൈതന്യം തുളുമ്പുന്ന വീട്ടിലാണ് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് ശ്രീവിദ്യ മന്ത്രം നൽകുവാനും ചൈതന്യ എന്ന പേരിൽ ആദ്യമായി വിളിക്കുവാനും ഭാഗ്യം ലഭിച്ച ഒരു സന്യാസിയാണ് ഞാൻ. ഒരു ക്ഷേത്രപ്രതിഷ്ഠാ ചടങ്ങിൽ ഒരു മൈക്കെടുത്തുകൊണ്ട് പറയൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് പ്രഭാഷണം തുടങ്ങിപ്പിച്ച ഇന്നത്തെ ശ്യാം പ്രസാദ് ജി ഡോക്ടർ പദവിയിലേക്ക് എത്തി ധർമ്മത്തിൻ്റെ ഒരു മൂർത്തിയായി പാലക്കാട് ജില്ലയെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് സാംസ്കാരികമായി ആധ്യാത്മിക ജില്ലയായി പ്രഖ്യാപിച്ച ഏക ആചാര്യശ്രേഷ്ഠൻ കൂടിയാണ്. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാക്ക് ഞാനും അദ്ദേഹത്തിൻ്റെ ധർമ്മപിതാവും ഒന്നിച്ച് ഒരേ ശാഖയിൽ വളർന്നവരാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യം, ആ വീട്ടിൽ നിന്ന് അനേകം ദിവസങ്ങൾ അന്നപ്രസാദം കഴിച്ചിട്ടുള്ളതായ പാരമ്പര്യമാണ്. അദ്ദേഹത്തിന് ധർമ്മപത്നിക്കും ഗായത്രി മന്ത്രം കൊടുക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ചുരുക്കി പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൻ്റെ അംഗം എന്ന് തന്നെ പറയാം. ഔപചാരികമായി ഡോക്ടർ ശ്യാം പ്രസാദ് സാറിനെയും ശിഷ്യഗണങ്ങളെയും ഗായത്രി മഹായജ്ഞത്തിന് ക്ഷണിക്കുവാനും യജ്ഞം നടത്തുവാനുള്ള ആചാര്യ പദവി ഏറ്റെടുത്തുകൊണ്ട് നടത്തി തരുവാനുമായി പൂജനീയ ബ്രഹ്മാനന്ദ സ്വാമിജി അദ്ദേഹത്തെ ക്ഷണിക്കുന്നതായ രംഗമാണിത്. ആചാര്യശ്രേഷ്ഠൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. സർവശക്തനായ ജഗദീശ്വരൻ ഗായത്രി ജപത്തിലൂടെ നമുക്ക് കിട്ടേണ്ടുന്ന ഉപാസനാക്രമങ്ങൾ, അതുമാത്രമല്ല ഒരു ഗുരുപരമ്പരയുടെ അനുഗ്രഹത്തോടു കൂടി ഓരോ യജ്ഞവും വിജയപ്രദമാക്കുവാൻ നമുക്ക് സാധിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഈ യജ്ഞപീഠത്തിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് സാന്ദീപനി സാധനാലയത്തിൻ്റെയും ഈ ക്ഷേത്രത്തിൻ്റെയും അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെയും എല്ലാവിധ സപ്പോർട്ടുകൾ, അനുഗ്രഹങ്ങളല്ല, പക്ഷേ അനുഗ്രഹങ്ങൾ ഗുരുക്കന്മാരാണ് നമുക്ക് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവിധ സപ്പോർട്ടുകളും പ്രാവർത്തികമായി എത്തിക്കാമെന്ന് വാക്ക് തരുന്നു. നമസ്കാരം. അഞ്ചാമത്തെ കുംഭമേളയിൽ തിരുവില്ലാമലയിൽ ശ്രീരാമ ഭഗവാന്റെ സാന്നിധ്യത്തിൽ നടത്തിയതായ കുംഭമേളയിൽ വൈകുന്നേരത്തെ ആരതി മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം ചെലവിൽ ഇത് മുഴുവൻ ദക്ഷിണ ഭാരതത്തിലെ കുംഭമേളയ്ക്ക് സമർപ്പിച്ച ഒരു ആചാര്യശ്രേഷ്ഠൻ കൂടിയാണ്. മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ ദുബായിലും മറ്റു രാജ്യങ്ങളിലും പൂജാതി കർമ്മങ്ങൾ പരിപൂർണമായി നിർവഹിക്കുകയും അനേകം ആൺകുട്ടികളെ ദത്തെടുത്തുകൊണ്ട് അവരെ പൂജാ പദ്ധതിയും താന്ത്രിക പ്രതിഷ്ഠാദി കർമ്മങ്ങളും ഉപനയനാദി കർമ്മങ്ങളും നടത്തിച്ച് ധർമ്മ സംരക്ഷണത്തിൻ്റെ ഒരു നെടും തൂണായി മാറിയിരിക്കുന്ന ഡോക്ടർ ശ്യാം പ്രസാദ് സാറിന് നന്ദി രേഖപ്പെടുത്തുവാൻ സംപൂജ്യ സ്വാമി ദണ്ഡിസ്വാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. സാധുദർശനം പാപവിമോചനം. എപ്പോഴും മനസ്സിൽ ഏറ്റവും അധികം സന്തോഷം നൽകുന്നത് ആദരണീയനായ ഗുരുനാഥൻ്റെ ശിഷ്യപരമ്പരകൾ അദ്ദേഹത്തിൽ നിന്ന് ഒരു വാക്കെങ്കിലും ദീക്ഷയായി സ്വീകരിച്ച് അനുഗ്രഹത്തിലേക്ക് എത്തിയ ശിഷ്യരെ കാണുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഈശ്വരൻ കൊടുക്കുന്ന കഴിവുകൾ, അത് ഈ ഓരോ ജന്മത്തിലും കൊടുക്കുന്ന അവരുടെ പുണ്യത്തിൻ്റെ ആ സുഹൃതത്തിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാം ലഭിക്കുന്നത്. ഇത്രയും വലിയൊരു മഹാക്ഷേത്രം ഇവിടെ അത് പുനർനിർമ്മിച്ചെടുക്കുവാൻ, അതൊന്ന് പുനരുദ്ധരിച്ച് നവീകരിച്ച് അവിടെ അത് ഏറ്റെടുത്ത് വലിയൊരു സാധനാ കേന്ദ്രമാക്കി ഇതിനെ മാറ്റി ഒരു ഗുരുകുലമാക്കി ഇതിനെ വളർത്തിയെടുക്കുവാൻ, എല്ലാ ദിവസവും നദിയിൽ ആരതി കാണിക്കുവാനുമൊക്കെ സാധിക്കുക എന്നത് സുഹൃതം ചെയ്തവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ
പേരിനോട് തന്നെ സാന്ദീപിനി സാധനാലയം എന്ന ആ പേര് പോലെ തന്നെ ഏറ്റവും സുഹൃതമായി തീരട്ടെ. ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഇവിടെ എത്തി ഞങ്ങൾക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുവാനൊരു അവസരം ലഭിച്ചു. എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഇതിനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാമെന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളും നമ്മൾ കേട്ടു. എല്ലാ വാക്കുകൾക്കും ആ സ്നേഹത്തിനും കൂടെ നിൽക്കുന്ന എല്ലാവിധമായ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കും എല്ലാവർക്കും, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ധർമ്മഭക്തിക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കുന്നു. സാധുദർശനം, പാപവിമോചനം.